കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് എനിക്ക് ചില വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുനിത ദേവദാസിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ സായിൻ്റെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസ്. ആദ്യമായിട്ട് സുനിത ദേവദാസ് എന്നുള്ള വ്യക്തിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും പുള്ളിക്കാരത്തെ അങ്ങോട്ട് വിളിച്ചിട്ട് മാഡം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്ത കണ്ടന്റില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സത്യം എല്ലാവരും അറിയണം. അവർ വളരെ നാച്ചുറലായിട്ട് അവർ ചെയ്തൊരു കണ്ടന്റ് അത്. അപ്പോൾ കണ്ടന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു അടുപ്പമോ ബന്ധമോ ഒന്നുമില്ല. തമ്മിലുള്ള എല്ലാ കണക്കുകളും ഇവിടെ വെച്ച് തീർന്നു. ഇനി കളിതമാശ വേണ്ട. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഇനി എന്നെ കാണുകയും ചെയ്യരുത്. കണ്ടാലോ? കണ്ടാൽ അന്ന് നീ അറിയും. സുനിത പറയുന്നുണ്ട് സായിയെ കുറിച്ച്. അവർ സായിയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സായി അറിയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചാനൽ വഴി പരസ്യമാക്കിയിട്ട് അതുവഴി പൈസ ആക്കുന്നെന്നാണ് അവരുടെ ഒരു പരാതി. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ കയറിയിട്ട് അവരെ പറ്റി കണ്ടന്റ് ചെയ്ത് അവരെ ഒരു കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. അത് ശരിയാ, അത് ശരിയാ. പണിക്ക് പോയിക്കൂടെ? പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ കാരണക്കാർ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ വ്യൂവേഴ്സാണ് ഇതിനൊക്കെ കാരണക്കാർ. കാരണം നമ്മുടെ നാട്ടിൽ നല്ല ട്രാവൽ വീഡിയോ ചെയ്യുന്ന, നല്ല ഫുഡ് വ്ലോഗ് ചെയ്യുന്ന, നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന, IT വീഡിയോസ് ചെയ്യുന്ന, ടെക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കണ്ടന്റിന് വ്യൂവേഴ്സ് ഇല്ല. എന്താണെന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോൾ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. നേരെ മറിച്ച് കണ്ടവൻ്റെ ലൈഫിൽ കയറി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് അതിനെപ്പറ്റി റിവ്യൂ പറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല റീച്ചാണ്. മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. സത്യസന്ധത കൊടുത്താൽ നാട്ടിൽ കിട്ടുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ: പുച്ഛം, പരിതാപം, അടി. അത് പിന്നെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ അതിൽ പറയുന്ന പോയിന്റ്, എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ റിവീൽ ചെയ്യുന്നില്ല. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് സത്യമാണ്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ആ സമയത്ത് 2 പേരാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തത്. ഒന്ന് സായിയും ഒന്ന് ഖാദർ കരിപ്പൊടിയും. ഈ 2 പേരുമാണ് എന്നോട് ക്ലോസ് ആയിട്ട് നിന്നിട്ട്. കാരണം 2 പേരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു കേസ് വരുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര പാനിക് ആയിപ്പോൾ, നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ ഈ ഒരു വിഷയത്തിലേക്കൂടി കടന്നുപോയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം 2-3 തവണ ഈ 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഞാൻ ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സായി, എനിക്ക് തോന്നുന്നത് സായി അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കിയതിനോട് എനിക്ക് യോജിപ്പും ഇല്ല വിയോജിപ്പും ഇല്ല. എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആവാമായിരിക്കാം ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ.